السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي شرح صدور أهل الإسلام للهدى ونكت في قلوب أهل الطغيان فلا تعي الحكمة أبدا. وأشهد أن لا إله إلا الله وحده لا شريك له إلها أحدا فردا صمدا لم يتخذ صاحبة ولا ولدا. وأشهد أن محمدا عبده ورسوله ما أعظمه عبدا وسيدا وأكرمه أصلا ومحتدا وأطهره مضجعا ومولدا وأبهره صدرا وموردا. صلى الله عليه وعلى آله وأصحابه غيوث الندى وليوث العدا صلاة وسلاما دائمين متلازمين من اليوم إلى أن يبعث الناس غدا. وأجمل منك لم تلد النساء وأحسن منك لم تر قط عيني خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ബഹുമാനികളായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും കഥകളുമായി വിറക്കുന്ന ഈ പൊന്നാനിയുടെ പ്രസിദ്ധമായ ഭൂമിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയത്തിനു മുമ്പിൽ നിങ്ങളുടെ പൊന്നാനിയിലെ ഈ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ പരിപാടിയിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്കും എൻ്റെ ഹൃദ്യമായ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ സമകാലിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ കർമ്മവും ധർമ്മവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉത്ബോധനം കൈമാറുക എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സംസാര വിഷയം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം, നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസമായി നമ്മൾ അറിയേണ്ടതും അംഗീകരിക്കേണ്ടതും വകവച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള പരമയാഥാർത്ഥ്യം, നമ്മൾ പ്രപഞ്ചനാഥൻ്റെ അടിമകൾ ആകുന്നു. 7 ആകാശങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും ആ പ്രപഞ്ചത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും കൗതുകമുള്ള ഒരു ജീവി, ഒരു സൃഷ്ടി എന്ന നിലയിൽ വിവേക ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല
ജീവനില്ലാത്ത, വിവേകമില്ലാത്ത പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു സഞ്ചാര പദവും ഒരു നിയമവ്യവസ്ഥിതിയും കൽപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനും സമുദ്രങ്ങളും പർവ്വതങ്ങളും എല്ലാം തന്നെ കൽപ്പിക്കപ്പെട്ട വ്യവസ്ഥിതിയിലൂടെ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഏറ്റവും കൗതുകമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി മനുഷ്യൻ, അവന് മാത്രം ഒരു വ്യവസ്ഥിതി ഇല്ലാതിരിക്കാൻ പറ്റില്ല. അവനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കയറൂരി വിടുക, അവൻ ഇനി തോന്നിയതുപോലെ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ യുക്തിജ്ഞാനത്തിനും അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യത്തിനും അള്ളാഹുവിൻ്റെ ദൈവിക ഗുണങ്ങൾക്കും ഒരിക്കലും ചേർന്നതല്ല. ഞാൻ ഈ ആകാശ ലോകങ്ങളെ മുഴുവനും പടച്ചു. വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ഈ ആകാശത്തിൻ്റെ ചുവട്ടിലുള്ള എൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ, നിങ്ങളെക്കുറിച്ച് ഞാൻ അശ്രദ്ധനല്ല. സൂര്യൻ എൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളുമെല്ലാം എൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കും എൻ്റെ കൽപ്പനയുണ്ട്. യാതൊരു കൽപ്പനയുമില്ലാതെ കയറൂരി വിടപ്പെട്ട ഒരു വിഭാഗമായി ആരെ വിട്ടാലും നിങ്ങളെ വിടാൻ പറ്റില്ല. സൂര്യനെ കയറൂരി വിട്ടാലും നിങ്ങളെ കയറൂരി വിടാൻ പാടില്ല. കാരണം നിങ്ങൾ സൂര്യനേക്കാളും അത്ഭുതമാണ്. ചന്ദ്രനെ കയറൂരി വിട്ടാലും നിങ്ങളെ കയറൂരി വിടാൻ പാടില്ല. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യൻ ഊഹിക്കുന്നുണ്ടോ, മനുഷ്യൻ സങ്കല്പിക്കുന്നുണ്ടോ യാതൊരു നിയമവ്യവസ്ഥിതിയുമില്ലാതെ ഞാൻ അവനെ കയറൂരി വിടുമെന്ന്? ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മനുഷ്യന് മാർഗദർശനം നൽകേണ്ടതുണ്ട്. മനുഷ്യന് വിധിവിലക്കുകൾ നൽകപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ മനുഷ്യ സൃഷ്ടിപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള ദൈവീകമായ താല്പര്യങ്ങളുടെ സാക്ഷാത്കാരം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിന് എന്തും ചെയ്യാം എന്നത് ദൈവിക ഗുണങ്ങൾക്ക് ചേർന്നതല്ല. അള്ളാഹുവാണ്. അള്ളാഹുവിന് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്, അള്ളാഹു യുക്തിക്ക് വിരുദ്ധമായത് ചെയ്യുകയില്ല. അള്ളാഹു ദൈവിക ഗുണങ്ങൾ, മറ്റുള്ള ദൈവിക ഗുണങ്ങൾക്ക് വിരുദ്ധമായത് അള്ളാഹു ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ എന്തോ പേരാണ് പറയുക. ദൈവം എന്ന് പറയാൻ കഴിയില്ല, ആരാധ്യൻ എന്ന് പറയാൻ കഴിയില്ല, ഇലാഹ് എന്ന് പറയാൻ കഴിയില്ല, അള്ളാഹു എന്ന് പറയാൻ കഴിയില്ല. ഒരു പിതാവിന് തൻ്റെ വീട്ടിൽ എന്തും ചെയ്യാം. 2 വയസ്സുള്ള കുട്ടിയുണ്ട് ആ വീട്ടിൽ. ആ കുട്ടിയുടെ മുമ്പിൽ തൻ്റെ പിതാവിന് എന്തും ചെയ്യാമെന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവൻ ഒരു തൻ്റെ ഇടമുള്ള പിതാവാണെങ്കിൽ, അവൻ ഒരു വിവേകിയായ പിതാവാണെങ്കിൽ, അവൻ എന്തും ചെയ്യാമെന്ന് പറയുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ വിവരക്കേട് ചെയ്യാൻ പാടില്ല. 2 വയസ്സായ തൻ്റെ കുട്ടി പിതാവിനോട് ചോദിക്കാണ്, പിതാവേ, എനിക്ക് നല്ല ഒരു റിവോൾവർ വാങ്ങിത്തരണം, വെടിവെക്കാൻ പറ്റിയ, വെടി ഉതിർത്താൽ ആളുകളെ കൊല്ലാൻ പറ്റിയ ഒരു തോക്ക് വാങ്ങിത്തരണമെന്ന് 2 വയസ്സായ കുട്ടി കെഞ്ചി പറഞ്ഞാൽ ആ പിതാവ് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനും അധികാരമുള്ളവനല്ലേ, ഈ വീട്ടിൻ്റെ അധികാരി ഞാനല്ലേ, അതുകൊണ്ട് അന അലാ കുല്ലി ഷൈഇൻ ഖദീർ, എനിക്ക് എല്ലാം സാധിക്കും, ഞാൻ അവന് ഒരു തോക്ക് വാങ്ങിക്കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അവന് ഒരു തോക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ആ പിതാവിനെ പറ്റി പറയുക, അവൻ പമ്പര വിഡ്ഢിയാണ്, അവനൊരു പിതാവാകാനായിട്ടില്ല, ഒരു പിതാവിൻ്റെ യോഗ്യത അവനില്ല. കാരണം ഈ 2 വയസ്സായ കുട്ടി ചോദിക്കുന്ന എന്ത് സംഗതിയും അങ്ങ് വാങ്ങിക്കൊടുത്താൽ, റിവോൾവർ വാങ്ങിക്കൊടുത്താൽ, അത് സ്വന്തം നെഞ്ചത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ള നിരപരാധികളായ മനുഷ്യർക്ക് നേരെ അത് പ്രയോഗിച്ചുകൊണ്ട് അവൻ കൊലപാതകമുണ്ടാക്കും.
അതുകൊണ്ട് പിതാവ് അത് വാങ്ങിക്കൊടുക്കുകയില്ല. എന്തും ചെയ്തൂടെ? അങ്ങനെയല്ല. ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമുണ്ട്. വിവേകവും യുക്തിയും അനുസരിച്ചുകൊണ്ട് തൻ്റെ കഴിവുകളെ പ്രവർത്തിപ്പിക്കുക എന്നത് മനുഷ്യന്റെ ലോകത്ത് പോലും പരിപൂർണതയുടെ അടയാളമാണെങ്കിൽ, പരിപൂർണതയുടെ തെളിവാണെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ എല്ലാ കഴിവുമുള്ളവനാണെന്ന് പറയലോട് കൂടെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൈവിക ഗുണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അൽ ഹക്കീം. അള്ളാഹു ഹക്കീം ആണ്. അള്ളാഹു ഖാദിർ ആകുന്നതോടൊപ്പം തന്നെ അള്ളാഹു ഹക്കീം ആണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ കഴിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും അള്ളാഹുവിൻ്റെ ഇച്ഛാശക്തിയുടെയും അള്ളാഹുവിൻ്റെ യുക്തിജ്ഞാനത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ മുഴുവനും പ്രവർത്തന സജ്ജമാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു, ഈ മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാർഗനിർദ്ദേശം നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ എന്ന് ചോദിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇത്രയും കൗതുകകരമായ, ആകർഷണീയമായ, അത്ഭുതകരമായ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചു വിട്ടതിൻ്റെ ശേഷം തോന്നിയതുപോലെ ജീവിക്കാൻ അവനെ കയറൂരി വിടുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് ജന്തുവിൻ്റെ ഗുണവും ഉണ്ട്. വിവേകബുദ്ധി മാത്രമല്ല അവനുള്ളത്, അവന് വികാരങ്ങളുണ്ട്, അവന് സ്നേഹമുണ്ട്, അവന് ദേഷ്യമുണ്ട്, അവന് ഭയമുണ്ട്, അവന് ആർത്തിയുണ്ട്, അവന് തത്രപ്പാടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് മൃഗീയമായ ജന്തുലോകത്തിൻ്റെ പ്രത്യേകതയായി പറയപ്പെടുന്ന വൈകാരിക ഗുണങ്ങൾ കൂടി അവനിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് അവനെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അത്ഭുതമായി സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവനൊരു പക്ഷേ പ്രവർത്തിച്ചേക്കും. സൂര്യനെ പോലെയല്ല. സൂര്യന് വിവേകമില്ലെങ്കിലും വികാരവുമില്ല. ചന്ദ്രന് വിവേകമില്ല, ശരിയാണ്, പക്ഷേ അതോടൊപ്പം ചന്ദ്രന് വികാരവുമില്ല. സമുദ്രത്തിന് വിവേകമില്ല, അതോടൊപ്പം സമുദ്രത്തിന് വികാരവുമില്ല. സമുദ്രം ഒരാളെയും കശാപ്പ് ചെയ്യുകയില്ല. സൂര്യൻ ഒരാളെയും കൊലപാതകത്തിന് വിധേയമാക്കുകയില്ല. ചന്ദ്രൻ കോപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയില്ല. അതുപോലെ വികാരവുമില്ലാത്ത വസ്തുക്കളാണ് അവയെങ്കിൽ മനുഷ്യന് ഒരേ സമയം വിവേകവും വികാരവും നൽകിയിട്ടുണ്ട്. വിവേകം പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്, വികാരത്തെ പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്. രണ്ടിനെയും സമഞ്ജസമായ രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടി പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്. മനുഷ്യൻ ഇവിടെ നന്മയുണ്ടാക്കും, മനുഷ്യൻ ഇവിടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാക്കും. മനുഷ്യൻ നന്മയുണ്ടാക്കേണ്ടവനായിരിക്കണം, അതിനുവേണ്ടി അവന് മാർഗനിർദ്ദേശങ്ങൾ നൽകണം. ഇപ്രകാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മാർഗദർശനത്തിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിക്കുന്ന രംഗങ്ങളിൽ മുഴുവനും പ്രവാചകന്മാർ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ത്യാഗം സഹിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യകുലത്തിൻ്റെയും നേതൃപദവിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കന്മാരുടെ അഥവാ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവൻ്റെ ദൂതന്മാരുടെ പട്ടികയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 123 പറഞ്ഞു, വഇദ്ബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിയെ ഞാൻ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി, കടുത്ത പരുക്കൻ പരീക്ഷണങ്ങൾക്ക് ഞാൻ ഇബ്രാഹിം നബിയെ വിധേയനാക്കി. ഫഅതമ്മഹുന്ന, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരിശോധനകളെ മുഴുവനും അതിജയിച്ചു, ആ പരീക്ഷണങ്ങളെ മുഴുവനും തരണം ചെയ്തു. പരിശോധനയിൽ നിന്ന് 100ൽ 100 മാർക്ക് വാങ്ങിക്കൊണ്ട് വിജയശ്രീലാളിതനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല
ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹീമേ, നിങ്ങളെ ഞാൻ ലോകത്തിന് മുഴുവനും നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ ധാർമ്മിക നേതൃപദവിയിൽ നിങ്ങളെ ഞാൻ അവരോധിച്ചിട്ടുണ്ട് ഇബ്രാഹീമേ. ഈ പരീക്ഷണങ്ങൾ മുഴുവനും തരണം ചെയ്തപ്പോഴാണ് ഇബ്രാഹിം നബി ഉന്നത പദവിയിൽ എത്തിയത്, നേതൃപദവിയിലെത്തിയത്. നിങ്ങൾക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള പരീക്ഷണങ്ങൾ, പരിശോധനകൾ ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ചെറിയ പിഞ്ചു പൈതലായ, ചോര പൈതലായ കുട്ടിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കണം എന്ന പരിശോധന ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ടു. ആ പരിശോധനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ. സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കി തൗഹീദ് പറയേണ്ട ഗതികേട് കൊണ്ട് അള്ളാഹു ഇബ്രാഹിമിനെ പരിശോധിച്ചു. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി ചെറിയ കുട്ടിയാകുന്ന സമയത്ത് സ്വന്തം പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കച്ചവടം ചെയ്തുകൊണ്ട് അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നയാളാണ്. ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ ജീവിത സന്ധാരണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തും. വിഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാത്രം മനസ്സ് കൊണ്ടുപോകേണ്ടതില്ല. ഒരുപാട് വിഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഊറിക്കിടക്കുന്ന 100,000 വിഗ്രഹങ്ങളുണ്ട്. എല്ലാ വിഗ്രഹങ്ങളും ഇതിൻ്റെ പരിധിയിൽപ്പെട്ടു. കരിങ്കല്ല് കൊണ്ട് ചെത്തിയുണ്ടാക്കി കുത്തി നിർത്തിയിട്ടുള്ള വിഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല സംസാരം. കുത്തി നിർത്തിയിട്ടുള്ളതും കമഴ്ത്തിക്കടത്തിയിട്ടുള്ളതും മലർത്തിക്കടത്തിയിട്ടുള്ളതും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുള്ളതും വീട്ടിൽ പ്രതിഷ്ഠിച്ചതും പള്ളിയിൽ പ്രതിഷ്ഠിച്ചതും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതും എല്ലാ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളാണ്. മുഴുവൻ പടിയിറക്കി താഴേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ഉപ്പ, നിങ്ങൾക്ക് വിവരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. വാപ്പൻ്റെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾ വഴിവേച്ചു പോയിട്ടുണ്ട് എന്ന് ഒരു പിതാവിൻ്റെ മുഖത്ത് നോക്കി ഒരു മകൻ പറയേണ്ടി വരുന്നത് എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ്. സ്വന്തം നാട്ടുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, നാട്ടുകാരെ, അയൽവാസികളെ, എൻ്റെ കുടുംബക്കാരെ, എനിക്ക് അന്നം തന്നവരെ, എൻ്റെ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വഴിക്കേടിലാണ്, നിങ്ങൾ വഴിവേച്ചു പോയിട്ടുണ്ട്, തിരിച്ചു വരണം, തൗഹീദിലേക്ക് വരണം. വിളംബരം നടത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൻ്റെ നാട്ടിലെ, തൻ്റെ കാലത്തെ ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഭീഷണിപ്പെടുത്തി. വഹജ്ജഹു ഖൗമുഹു. ഇബ്രാഹിം നബിയുടെ സമൂഹം അദ്ദേഹത്തെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഞങ്ങളെ വാപ്പമാരും വല്യാപ്പമാരും കൊണ്ടു നടന്നിരുന്ന ആദർശത്തിനെതിരിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിലെ പ്രമാണിമാർക്കെതിരിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഉസ്താദിൻ്റെ മതം കൈയൊഴിയാനാണോ പറയുന്നത്? അയൽവാസികളായ ഞങ്ങളെ മുഴുവനും നിങ്ങൾ പരിഹസിക്കുകയാണോ? നിങ്ങളെ ജീവിതം കുളം തോണ്ടിപ്പോകും. നിങ്ങൾക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുരുത്തക്കേട് പറ്റിപ്പോകുമെന്ന് ഇബ്രാഹിം നബി അവർ പരിഹസിച്ചു. വഹജ്ജഹു ഖൗമുഹു. ഇബ്രാഹിം നബി പതറിയില്ല. ഖാല അത്തുഹാജൂനി. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അത്തുഹാജൂനി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നേർമാർഗത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ അല്ലാഹുവിൻ്റെ ഭരണഘടനയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ വസ്വാസിലാക്കുവാൻ, എന്നെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ നിങ്ങൾ വാപ്പയുടെയും വല്യാപ്പയുടെയും അയൽവാസികളുടെയും നാട്ടുകാരുടെയും കഥ പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സാധ്യമല്ല. കൈഫ അഖാഫു മാ അശ്റക്തും كيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا. നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഞാൻ പേടിക്കണമെന്നോ? നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ, നിങ്ങൾ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായ പാരമ്പര്യങ്ങളെ ഞാൻ പേടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വിഗ്രഹങ്ങളെ പേടിക്കുക?
ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പേച്ചുപോയ പാരമ്പര്യത്തെ പേടിക്കുക? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. നിങ്ങൾ എൻ്റെ പടച്ചവനെ നിങ്ങൾ പേടിക്കുന്നില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, എൻ്റെ പടച്ചവനെ പേടിക്കാത്ത നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ പടച്ചവനെ ഞാൻ എന്തിന് പേടിക്കണം? നിങ്ങളെ പടച്ചവൻ യഥാർത്ഥ പടച്ചവനല്ല. എൻ്റെ പടച്ചവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത്. അല്ലാഹുവാണ് പടച്ചവൻ. അല്ലാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം അല്ല മാത്രമാണ് പടച്ചവൻ. അല്ല മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നതിനെയോ മരിച്ചുപോയതിനെയോ മുദബ്ബിറുൽ ആലമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കി പറയുന്നു, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. എന്നിട്ട് ഇബ്രാഹിം നബി പറയാണ്, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് കാണാം ആർക്കാണ് സെക്യൂരിറ്റി. മരിച്ചുപോയവനെ പടച്ചവനാക്കിയ നിനക്കാണോ സെക്യൂരിറ്റി? ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും ഉറങ്ങാത്ത, ഒരിക്കലും ക്ഷീണം ബാധിക്കാത്ത, ഒരിക്കലും അശ്രദ്ധയിലായി പോകാത്ത, എല്ലാം കാണുന്നവനായ, എല്ലാം കേൾക്കുന്നവനായ, എല്ലാ കഴിവുമുള്ളവനായ ഏകനായ ഇലാഹിനെ ആരാധിക്കുന്ന എനിക്ക് ആണോ സെക്യൂരിറ്റി? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 82ാമത്തെ സൂക്തത്തിൽ പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആർക്കാണ് സെക്യൂരിറ്റി? നമ്മൾ ഇന്ന് പേടിക്കുന്ന കാലമാണ്. പെൺകുട്ടിയെ അയൽവാസിയായ ചെക്കൻ തട്ടിക്കൊണ്ടുപോകുമോ എന്ന പേടിയുണ്ട്. മഴവെള്ളപ്പാച്ചിലിൽ പ്രളയം വരുമോ എന്ന പേടിയുണ്ട്. എൻ്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമോ എന്ന പേടിയുണ്ട്. ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ ഇരുട്ടിൻ്റെ മറവിൽ ആക്രമിക്കുമോ എന്ന പേടിയുണ്ട്. എൻ്റെ കൈമുതൽ മുഴുവൻ നശിപ്പിക്കുമോ എന്ന പേടിയുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഡയലോഗിൻ്റെ അവസാനത്തിൽ അല്ലാഹു ഖുർആനിൽ പറയുന്നു, അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ. വിശ്വസിച്ചവർ എന്ന് മാത്രമല്ല പറഞ്ഞത്, വിശ്വസിച്ചവർ ഒരുപാടുണ്ട് ഇവിടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. അല്ല പറഞ്ഞത് വിശ്വസിച്ചവർ എന്ന് മാത്രമല്ല, അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ അവർ മായം ചേർത്തിയിട്ടില്ല. അവരുടെ വിശ്വാസത്തിൽ അവർ സംശയങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ വിശ്വാസത്തിൽ കലർപ്പ് ചേർന്നിട്ടില്ല. ശിർക്കിൻ്റെ കലർപ്പ് ഇല്ല, ബിദ്അത്തിന്റെ കലർപ്പ് ഇല്ലാത്ത സംശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്ക് മാത്രമാകുന്നു സെക്യൂരിറ്റി. ഏത് പ്രളയം വന്നാലും അവർ പേടിക്കുകയില്ല. ഏത് മാഫിയ സംഘത്തെ കണ്ടുമുട്ടിയാലും അവർ പേടിക്കുകയില്ല. ഏത് മയക്കുമരുന്ന് നാട്ടിലുണ്ടായാലും അവരുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അവർ പേടിക്കുകയില്ല. പെൺകുട്ടികളുടെ വിഷയത്തിൽ അവർ പേടിക്കുകയില്ല. അവരുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ അവർ പേടിക്കുകയില്ല. കാരണം എന്തേ? അവരുടെ ആരാധ്യൻ, അവരുടെ മഅബൂദ്, അവരുടെ അനുസരിക്കപ്പെടേണ്ടവൻ ഏകനായ അല്ലാഹുവാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തിലുള്ള ഏകത്വം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരം മാത്രമല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും നോമ്പ് മാത്രമല്ല. ഖുർആൻ പാരായണം മാത്രമല്ല. മനുഷ്യ ജീവിത സംബന്ധിയായ മുഴുവൻ വിഷയങ്ങളെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസാരമായി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കരുത്, ആരുടെ മുഖത്തേക്ക് നോക്കണം, ആരുടെ മുഖത്തേക്ക് നോക്കരുത്, എന്ത് വസ്തു കച്ചവടം ചെയ്യണം, എന്ത് വസ്തു കച്ചവടം ചെയ്യാൻ പാടില്ല, ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല, ഇത്തരം എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമം പാലിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവൻ, നിയമനിർമ്മാണം അള്ളാഹുവിൻ്റെ മാത്രം അധികാരമാണ്. രാജ്യം ഭരിക്കേണ്ടത്, വീട് ഭരിക്കേണ്ടത്, സ്കൂളും മദ്രസയും ഭരിക്കേണ്ടത്
ഭരിക്കേണ്ടത്, പഞ്ചായത്ത് ഭരിക്കേണ്ടത്, പള്ളി ഭരിക്കേണ്ടത്, കച്ചവടവും സൂപ്പർ മാർക്കറ്റും ഭരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അള്ളാഹുവിന് മാത്രമാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം. കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിയമം കണ്ടുപിടിക്കുവാനുള്ള വിവേകം, പക്വത നിങ്ങളുടെ തലച്ചോറിനില്ല. നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഖുർആനിൽ പരിശോധിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സൂപ്പർ മാർക്കറ്റിൽ എന്ത് സാധനം കൊണ്ടുപോയി വെക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ എന്ത് സംഗതി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഇതിപ്പോൾ എല്ലാത്തിനും ആയത്തുണ്ടോ ഹദീസുണ്ടോ അങ്ങനെ നോക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഭൗതിക വ്യവഹാരങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞത് മാത്രമേ പാടില്ലാത്തതുള്ളൂ. ഭൗതിക വ്യവഹാരങ്ങൾ, കച്ചവടം, കൃഷി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു സംഗതി അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമാണെന്ന് പറയൽ എപ്പോഴാണ്? അള്ള വിലക്കിയത് ചെയ്യാതിരിക്കുമ്പം. ഏതുപോലെ ലോട്ടറി അള്ള വിലക്കിയതാണ്, പലിശ അള്ളാഹു വിലക്കിയതാണ്. ഇങ്ങനെയുള്ള വിലക്കിയ സംഗതികൾ ചെയ്യാൻ പാടില്ല. ഭൗതിക വ്യവഹാരങ്ങളിൽ അള്ളാഹുവിന് വഴിപ്പെടേണ്ടത് അങ്ങനെയാണ്. എന്നാൽ ആരാധനാപരമായ കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള ആരാധനാപരമായ കാര്യങ്ങളാണെങ്കിൽ അള്ള വിലക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. അള്ള വിലക്കാത്തത് കൊണ്ട് ഞാൻ 6 നേരം നിസ്കരിക്കും, 6 നേരം നിസ്കരിക്കരുതെന്ന് അള്ള പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 6 നേരം നിസ്കരിക്കും പറയാൻ പാടില്ല. മറിച്ച് ആരാധനാപരമായ കാര്യങ്ങളാണോ അവിടെ അള്ളാഹു വിലക്കാതിരുന്നാൽ മാത്രം പോരാ, അള്ളാഹുവിൻ്റെ കൽപ്പനയും അനുവാദവും ഉണ്ടായിരിക്കണം. ഇപ്രകാരത്തിൽ ആരാധനാപരമായ വിഷയങ്ങളിലും ഭൗതികപരമായ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി പരിപാലിച്ചു പോകുന്നവൻ നല്ലതേ ഭക്ഷിക്കുകയുള്ളൂ, ഹലാലേ ഭക്ഷിക്കുകയുള്ളൂ. ആരോഗ്യത്തിന് ഹാനികരമായത് അവൻ്റെ അടുക്കളയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു ഏകനാണ്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് മറ്റൊരാൾക്കും അടിമത്വം നൽകുന്ന കേസില്ല, മറ്റൊരാളുടെ മുമ്പിലും തലകുനിക്കുന്ന വിഷയമില്ല. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ തലകുനിക്കുകയുള്ളൂ. രാജ്യം ഭരിക്കേണ്ട വിഷയത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ തലകുനിക്കുകയുള്ളൂ. അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന് മാത്രമേ ഞാൻ തലകുനിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ, പുണ്യാളന്മാരോ അല്ലാത്തവരോ ആയ, മനുഷ്യനോ ഭൂതമോ ആയ ആരാവട്ടെ, ഒരാളെ മുമ്പിലും ഇപ്പറഞ്ഞ ഒരു വിഷയത്തിലും ഞാൻ തലകുനിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത മുവഹിദ് ആയ ഏകദൈവാരാധകനായ മനുഷ്യനെക്കുറിച്ച് അള്ള പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്ക് മാത്രമാണ് സെക്യൂരിറ്റി. അവൻ ഏത് കടയുടെ കോലായിലും ഏത് കടയുടെ തിണ്ണയിലും ഒരു ചാക്ക് നിവർത്തിക്കൊടുത്താൽ അവൻ സുന്ദരമായി ശാന്തനായി കിടന്നുറങ്ങും. അവനൊരാളെയും പേടിയില്ല. അവൻ ജീവിച്ചാലും അവന് നേട്ടമാണ്, അവൻ മരിച്ചാലും അവന് നേട്ടമാണ്. അവൻ ആരെയും പേടിയില്ല. അതേ സമയത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ 1000 വിഗ്രഹങ്ങളെ കയറ്റി വെച്ചിട്ടുള്ളവൻ, അവൻ്റെ പേര് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, അവൻ്റെ പേര് ചിലപ്പോൾ ശംസുദ്ദീൻ ആയിരിക്കും, അവൻ്റെ പേര് ചിലപ്പോൾ സൈനുദ്ദീൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുത്തനുണ്ടല്ലോ, അവൻ കോടീശ്വരനാണ്. അവന് വീട്ടിൽ കടന്നുറങ്ങാൻ സമാധാനമില്ല. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ എൻ്റെ വീട് ആരെങ്കിലും കൊള്ളയടിക്കുമോ എന്ന പേടിയാണ്. എൻ്റെ സെക്യൂരിറ്റി ഗാർഡ് തന്നെ എന്നെ വഞ്ചിക്കുമോ എന്ന പേടിയാണ്. തൗഹീദ് മനസ്സിലില്ല, അവൻ്റെ മനസ്സിൽ വിഗ്രഹങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പരീക്ഷണങ്ങളെ തരണം ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നി ജായിലുക ലിന്നാസ് ഇമാമ. ഇബ്രാഹിം നബിയെ, നിങ്ങളെ ലോകത്തിൻ്റെ നേതൃപദവിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? നമ്മൾ ഇന്ന് ലോകത്താസകലം, ഇന്ത്യ രാജ്യത്ത് ഉൾപ്പെടെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരു വലിയ ഒരു സഞ്ചയം മുസ്ലിമായി ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് എവിടെയാണുള്ളത്? നമ്മൾ ഇന്ന് ചരിത്രത്തിൽ എവിടെയാണുള്ളത്? വർത്തമാനത്തിൽ എവിടെയാണുള്ളത്? തൗഹീദും സുന്നത്തും കൈമോശം വരുത്തിയതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ പാർശ്വവൽക്കരിച്ചതിൻ്റെ പേരിൽ ഈ സമുദായം പാർശ്വവൽക്കരിക്കപ്പെട്ടു. ഈ സമുദായത്തിന് നേതൃപദവി നഷ്ടപ്പെട്ടു.
നേതൃപദവിയിലേക്ക് വരണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗവും സഹനവും ഉണ്ടായിരിക്കണം. മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ മകനെ അറുക്കാൻ തയ്യാറായി. സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കി തൗഹീദ് വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ തൗഹീദ് വിളംബരം ചെയ്തു. സ്വന്തം ഭാര്യ ചോരക്കിടാവായ ഇസ്മായിലിനെയും സ്വന്തം ഭാര്യയെയും ആരാരുമില്ലാത്ത ഒരു പക്ഷി പോലും പറക്കാത്ത ഒരു കാക്കയോ പ്രാവ് പോലും ജീവിക്കാത്ത മക്കയിലെ മണരാരണ്യത്തിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണമെന്ന് ഇബ്രാഹിം നബിക്ക് കൽപ്പന വന്നപ്പോൾ ഭാര്യയായ ഹാജറിനെയും മകനായ ഇസ്മായിലിനെയും ആ മണലാരണ്യത്തിലിട്ടേച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു അചഞ്ചലമായ ദൈവഭക്തിയും ഏകദൈവ മനോഭാവവും. പുരുഷനായ ഭർത്താവായ ഇബ്രാഹിം തന്നെയും തൻ്റെ മകനെയും ഇട്ടേച്ച് നടന്നു പോകുമ്പോൾ ഹാജർ ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിമേ, നിങ്ങൾ ഈ കാട്ടുമുക്കിൽ ആരാരുമില്ലാത്ത ഈ പ്രദേശത്ത് ഇട്ടേച്ചു പോകുന്നത് അള്ള പറഞ്ഞതുകൊണ്ടാണോ? ഇബ്രാഹിം മറുപടി പറഞ്ഞില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അള്ള പറഞ്ഞിട്ടാണോ? ഇബ്രാഹിം നബി പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യവും ആ ഉമ്മ ചോദിക്കുന്നു, അല്ലാഹു പറഞ്ഞത് കൊണ്ടാണോ? അത്ര അറിയേണ്ടതുള്ളൂ. ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലാഹു അമറനീ ബിദാലിക, അള്ള പറഞ്ഞിട്ടാണ് മക്കളെ. നിങ്ങളൊരു സ്ത്രീയും ഒരു ചോരപ്പൈതലും ഞാൻ ഈ മണൽ ഭൂമിയിൽ വെള്ളം കിട്ടാത്ത ഭക്ഷണം കിട്ടാത്ത ഈ ഭൂമിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോവണമെന്ന് എന്നോട് പറഞ്ഞത് പ്രധാനമന്ത്രിയല്ല, എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഔലിയാക്കന്മാരല്ല, നാട്ടുകാരല്ല, ഉസ്താദുമാരല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ ഉപ്പയല്ല. എന്നോട് പറഞ്ഞത് യജമാനനായ പടച്ചവനായ മുദബ്ബിറുൽ അംരി കുല്ലിഹിയായ അള്ള പറഞ്ഞതാ. അതുകൊണ്ടാണ് സ്ത്രീയായ അവശയായ ചോരക്കിടാവായ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഇട്ടേച്ച് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെടിയായ ആ പെണ്ണ് പറഞ്ഞ മറുപടി, ഇദൻ ലാ യുളയ്യിഉനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഞങ്ങളും പ്രവർത്തിക്കാം, അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല. അതാണ് ബീവി ഹാജർ അലൈഹിസ്സലാം കരുത്തിൻ്റെ തൗഹീദിൻ്റെ ആദർശത്തിൻ്റെ അസ്ഥിവാരമിട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ ആ പരമ്പരയിലൂടെ ജനിച്ചു വീണ ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹാജറിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ പരമ്പരയിൽ ജനിച്ചു വീണ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ തന്നെ ഇടിനാദമായി പുറപ്പെട്ടിട്ടുള്ള അവസാനത്തെ പ്രവാചകനാണ്. അപ്പം നല്ല ക്ഷമയും നല്ല മനക്കരുത്തും നല്ല അർപ്പണബോധവും ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശോധനയിൽ വിജയിക്കും. പരിശോധനയിൽ വിജയിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ലോകത്തിൻ്റെ നേതൃപദവി. ഈ രാജ്യത്തെ 20 കോടിയിലധികം വരുന്ന മുസ്ലിം ജനസഞ്ചയം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടവരാണ്. പിന്നോക്ക ജാതിയിൽ പെടേണ്ടവരല്ല. ഈ രാജ്യത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും നേതൃത്വം നൽകേണ്ടവരാണ് മുസ്ലിം സമുദായം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളെ ലോകത്തിൻ്റെ മുഴുവനും നെറുകയിൽ കയറി നിന്നുകൊണ്ട് അവർക്ക് സാക്ഷി പറയേണ്ട ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉപാധി എന്താണ്? തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി പ്രവർത്തിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ഇബ്രാഹിം നബിയുടെ ശേഷം വന്നയാളാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നയാളാണ് മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ സമുദായം ബനു ഇസ്രായീൽ. ആ ബനു ഇസ്രായീലിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. സൂറത്തു സജദയുടെ 24 അല്ലാഹു പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വകാൻ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മൂസാ നബിയുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ആളുകളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നു. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു
വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരെ നേതൃപദവിയിൽ കൊണ്ടുവന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കൊണ്ടുവന്നു, ഒരുപാട് നല്ല മനുഷ്യരെ കൊണ്ടുവന്നു. സൂറത്തുൽ മാഇദയുടെ 19 മൂസാ നബി പറയുന്നുണ്ട്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീക്കും അംബിയാ വജഅലകും മുലൂക വആതാകും മാ ലം യൂതി അഹദം മിനൽ ആലമീൻ. ആ സമുദായത്തിൽ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. എന്താ കാരണം പറഞ്ഞെന്ന് അറിയുങ്ങൾ? എന്താ കാരണം പറഞ്ഞത്? വജഅൽനാ മിൻഹും അഇമ്മത്തൻ. ആ സമുദായത്തിൽ നേതൃപദവിയിലുള്ള നേതാക്കന്മാരായിട്ടുള്ള ഉന്നത കുലന്മാരായിട്ടുള്ള മുന്നോക്കക്കാരായിട്ടുള്ള, പിന്നോക്കക്കാരല്ല, മുന്നോക്കക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ കൊണ്ടുവന്നു. അഇമ്മത്തൻ യഹ്ദൂന ബി അംരിന. എന്താ കാരണം പറഞ്ഞത്? യഹ്ദൂന ബി അംരിന, ഞാൻ പറഞ്ഞതുപോലെ അവർ ജീവിക്കും, ഞാൻ പറഞ്ഞതേ ചെയ്യൂ. 4 നേരം നിസ്കരിക്കാൻ പറഞ്ഞ 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞ 5 നേരം പോലും നിസ്കരിക്കുകയുള്ളൂ. 6ാമത്തെ നേരം പോലും നിസ്കരിക്കുകയില്ല. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഓല വകയായിട്ട് ഒരു ചൊവ്വാഴ്ച സുന്നത്ത് നോമ്പ് ഓല് പാസ്സാക്കുകയില്ല. ഞാൻ പറഞ്ഞത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവർ, സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഒരു സുന്നത്ത് നോമ്പ് ഉണ്ടാക്കിക്കൂടെ, അങ്ങനാക്കിക്കൂടെ, ഇങ്ങനാക്കിക്കൂടെ, പുണ്യകർമ്മല്ലേ, നല്ല കർമ്മല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചെറിയ ശുഷ്കിച്ച ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ട് മെനഞ്ഞെടുക്കുകയില്ല. യഹ്ദൂന ബി അംരിനാ, എൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രമേ അവർ ജനങ്ങളെ വഴി നടത്തുകയുള്ളൂ. ഉണ്ടോ? ലമ്മാ സ്വബറു. പിന്നെ എന്താ പറഞ്ഞത്? ലമ്മാ സ്വബറു, അവർ അതിശക്തമായി ക്ഷമിച്ചു. അള്ള പറഞ്ഞത് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ആളുകൾ പരിഹസിക്കും. മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത ഒരു മതം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഔലിയാക്കന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആളുകൾ പരിഹസിക്കും. പരിഹസിക്കുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിന് അള്ള പഠിപ്പിച്ചു കൊടുത്തു, ലമ്മാ സ്വബറു, മനക്കരുത്തോടുകൂടി പിടിച്ചു നിൽക്കണം. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, ഞാൻ പഠിപ്പിച്ചതാണ് മതം, എൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചത് മാത്രമാണ് മതം. അതിൻ്റെ അപ്പുറത്തേക്ക് മതമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പൗരോഹിത്യമാണുള്ളത്. മതമില്ല എന്ന് ഉറക്കെ പറഞ്ഞോളൂ. പറയുമ്പോൾ അടി കിട്ടും, നടുപ്പുറം പൊളിയും, ചീത്ത കേൾക്കും, ചിലപ്പോൾ അരി മുട്ടിപ്പോകും, ഭക്ഷണം മുട്ടിപ്പോകും, ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. സാരമില്ല, അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിക്കുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് പറയുക, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേതൃപദവിയിലേക്ക് വരണമെങ്കിൽ ലോക ജനസഞ്ചയത്തെ മുഴുവനും പിന്നിൽ നിർത്തിക്കൊണ്ട് നേതൃത്വം കൊടുക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാന യോഗ്യത അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുക എന്നതാണ്. ഞാനൊരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ആരുമല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ മാത്രം അടിമയായിരിക്കുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നല്ല അർത്ഥം. പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹിനെ ആരാധിക്കലല്ല തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കലാണ് എന്നാര് പറഞ്ഞു? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ് തൗഹീദ്. അതാണ് നേതൃപദവി കൈപ്പറ്റാനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഗുണം. ഈ തൗഹീദിൽ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടാൻ തൗഹീദ് മനസ്സിലും ശരീരത്തിലും നാവിലും ജീവിതത്തിലും വീട്ടിലും കുടുംബത്തിലും പള്ളിയിലും നാട്ടിലും രാജ്യത്തും എപ്പോഴാണോ ഉണ്ടാകുന്നത് അവിടെ സമാധാനമുണ്ട്. അവിടെ മാത്രമേ സമാധാനമുള്ളൂ. ഏത് പ്രതിസന്ധിയിലും, പ്രളയമുണ്ടാകുമ്പോൾ മാത്രമല്ല, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ മാത്രമല്ല, ദേഷ്യമുണ്ടാകുമ്പോൾ മാത്രമല്ല, സ്നേഹമുണ്ടാകുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും അള്ളാഹു എന്ന കയറിൽ പിടിക്കാതെ, അള്ളാഹു എന്ന കവചത്തിൽ പിടിക്കാതെ മുസ്ലിം സമുദായമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം മുഴുവനും വെള്ളത്തിലാണ്. പുതിയ ജീവിതം തുടങ്ങിക്കോ.
അള്ളാഹുവിനെ അല്ലാതെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി നിങ്ങളുടെ സംരക്ഷണത്തിന് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർലമെന്റ് മെമ്പർമാർ നിങ്ങളുടെ സംരക്ഷണത്തിന് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആത്യന്തികമായി സഹായിക്കുന്നവൻ നിങ്ങളെ ഔലിയാക്കന്മാരാണ്, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരാണ്, അല്ലെങ്കിൽ മഹാന്മാരാണ്, അല്ലെങ്കിൽ മരിച്ചുപോയവരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സമുദായമേ, മാറി ചിന്തിച്ചോ, രക്ഷയില്ലേ ഇല്ല. നിന്റെ സ്വന്തം ശരീരത്തെ പോലും അവലംബിക്കാൻ നിനക്ക് സാധ്യമല്ല. തൗഹീദ് ഇല്ലാത്ത സാഹചര്യത്തിൽ നീ തകർന്നടിഞ്ഞു പോകും. നിങ്ങൾ നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല കഥ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആന വഇൻ കുൻത മിൻ ഖബലിഹി ലമിനൽ ഗാഫിലീൻ. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാ, നബിയേ, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൽപ്പെട്ട ഒരു കഥയെക്കുറിച്ച്, ഏറ്റവും നല്ല കഥ, ജൂതന് അറിയില്ല, നസ്രാനിക്ക് അറിയില്ല, മുമ്പ് കഴിഞ്ഞു പോയ ആർക്കും അറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കഥയാണ്. ആ കഥയിലെ ഇതിവൃത്തം ആരാണെന്ന് അറിയുമോ? ആ കഥയിലെ കഥാപുരുഷൻ, കഥാപാത്രം ആരാണെന്നറിയുമോ? പ്രവാചകന്റെ മകനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയാണ്. ഇബ്രാഹീമിൻ്റെ മകൻ, ഇസ്ഹാഖിൻ്റെ മകൻ, യാക്കൂബിൻ്റെ മകൻ യൂസുഫ് അലൈഹിം ജമീഅൻ സ്വലവാത്തു റബ്ബി വസലാമുഹു. മഹാനായ യൂസുഫ് നബിയുടെ കഥ പറയാൻ വേണ്ടിയാണ് അള്ളാഹു സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കുന്നത്. ആ കഥയിൽ കാണാൻ കഴിയും, ഈജിപ്തിൻ്റെ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആ ഭാര്യയെ സുലൈഖ എന്ന പേരിൽ പലരും പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്ത് പേരായിരുന്നാലും ശരി, ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഭാര്യ യൂസുഫ് എന്ന് പറയുന്ന ഏറ്റവും സുന്ദരനായ മനുഷ്യൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ലൈലത്തുൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ മൂന്നാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് യൂസുഫ് നബിയെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വലഖദ് ഊതിയ യൂസുഫു ശത്റൽ ഹുസ്നി, സൗന്ദര്യത്തിൻ്റെ നേർ പകുതി അള്ളാഹു യൂസുഫ് നബിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഏറ്റവും ഭംഗിയുള്ള ചെറുപ്പക്കാരനായ 18 വയസ്സ് പ്രായമുള്ള യുവാവായ യൂസുഫിനെ ഈ പെണ്ണ് ആഗ്രഹിക്കുകയാണ്, ഈ പെണ്ണ് താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 23-ാമത്തെ അധ്യായ സൂക്തത്തിൽ പറയുന്നു, വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹുൽ അളാലിമൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പിടിച്ച് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് കൊട്ടാരത്തിൻ്റെ വാതിലുകൾ മുഴുവനും അടച്ചു. വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ വഗല്ലഖത്തിൽ അബ്വാബ്, ആ കൊട്ടാരത്തിൻ്റെ മുഴുവൻ വാതിലുകളും ജനലുകളും കിളിവാതിലുകളും മുഴുവൻ അടച്ചു ഭദ്രമാക്കി. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചവും കടക്കുകയില്ല. അതിൻ്റെ ഉള്ളിൽ CCTV ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന രംഗം പുറത്ത് ഒരാൾക്കും അറിയില്ല. എന്നിട്ട് തരുണീമണിയായ യുവതിയായ കോമളയായ ശ്യാമളയായ ആ പെണ്ണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഹൈതലക്, ഞാൻ ഇതാ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ സജ്ജയാണ്, എൻ്റെ കടപ്പറയിലേക്ക് വരണമെന്ന് യൂസുഫ് നബിയോട് പറഞ്ഞപ്പോൾ യൂസുഫ് നബി ഒരിക്കലും ഞാൻ ശക്തനാണ്, എനിക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയും, എനിക്ക് മനസ്സ് ഉറപ്പുണ്ട്, ഞാനൊരു വ്യഭിചാരവും ചെയ്യുകയില്ല, ഉറപ്പാണ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയും, ഞാൻ കാര്യപ്പെട്ട ആളാണ്, ഞാൻ ഔലിയപ്പാപ്പയാണ്, ഞാൻ അമ്പിയാക്കന്മാരെ പേരക്കുട്ടിയാണ്, എൻ്റെ ബാപ്പ നബിയാണ്, ബല്യാപ്പ നബിയാണ്, അദ്ദേഹത്തിൻ്റെ ബാപ്പയും നബിയാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. ഒരു പെണ്ണിൻ്റെ ചതിയിൽ, പെണ്ണുങ്ങളെ ചതി എന്ന് പറഞ്ഞാൽ വലിയ ചതിയാണ്. പെണ്ണുങ്ങളെ ചതി എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ പരിഹസിക്കുകയല്ല, ആണുങ്ങൾക്കുമുണ്ട് ചതി, ആണുങ്ങളും ചതിക്കും പെണ്ണുങ്ങളും ചതിക്കും. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരിശോധന, ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ ഫിതന സ്ത്രീകൾ ആകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, മാ തറക്തു ബഅദീ ഫിത്നതൻ അളറ അലർരിജാലി മിനൻ നിസാ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എൻ്റെ കാലശേഷം
പുരുഷന്മാർക്ക് ഏറ്റവും വലിയൊരു ഫിതന, സ്ത്രീകളെക്കാളും വലിയൊരു ഫിതന ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല. അങ്ങനെയുള്ള ഫിതനയാണ്. ആ ഫിതനയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ കവചമില്ലെങ്കിൽ ഒരു ഔലിയപ്പാപ്പക്കും കഴിയില്ല, ഒരു പ്രവാചകനും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിൻ്റെ മാത്രം സെക്യൂരിറ്റിയിലായിരിക്കും ഒരാൾ കരകയറിപ്പോരുക. അതുകൊണ്ട് ഈ പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എല്ലാ വാതിലുകളും അടച്ചു. വളരെ അങ്ങേയറ്റത്തെ രഹസ്യ സ്വഭാവത്തിൽ, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, ചെറുപ്പക്കാരനാണ്, ഞാനൊരു ഹലാലായ കല്യാണം എന്ന് കഴിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഒരു സ്വപ്നവും പോലും എനിക്കില്ലാത്ത ചെറുപ്പക്കാരനായ സുമുഖനായ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വ്യഭിചരിക്കാൻ വരില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ മനക്കരുത്തുള്ളവനാണ്, ഞാൻ ഉരുക്കു മനുഷ്യനാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. തൗഹീദിന്റെ കയറിലാണ് പിടിക്കുന്നത്. ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്താ അതിൻ്റെ അർത്ഥം? മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ അഊദു ബിക മഅദൻ, യാ അല്ലാഹ്, അഊദു ബില്ലാഹി മഅദൻ, പടച്ചോനെ ഞാൻ നിന്നെ കൊണ്ട് മാത്രം അഭയം ചോദിക്കുന്നു. എനിക്ക് അഭയം നൽകാൻ, എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ, എൻ്റെ വികാരത്തെ അടിച്ചൊതുക്കാൻ, ഈ പെണ്ണിൻ്റെ വഞ്ചനയിൽ നിന്ന് കരകയറിപ്പോരാൻ. ഞാനൊരു പൊട്ടൻ കിണറ്റിൽ നിന്ന് കരകയറിയവനാണ്. ഞാനൊരു കൂരാകൂരിട്ടുള്ള കിണറ്റിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയവൻ നീയാണ്. ആ കിണറിനേക്കാളും ഇരുട്ടുള്ള, ആ കിണറിനേക്കാളും അപകടമുള്ള മറ്റൊരു കിണറ്റിലാണ് ഞാനിപ്പോൾ വീണുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കിണറ്റിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല, ഒരു തമ്പ്രാക്കന്മാർക്കും കഴിയില്ല, റബ്ബേ നിനക്ക് മാത്രമേ കഴിയൂ. ആ ബോധം, ആ ബോധ്യം, ആ തൗഹീദ് യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ട്. യൂസുഫ് പറഞ്ഞു മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ദുനിയാവിലെ ഫിത്നയിൽ നിന്ന് കരകയറുന്നത്. കേവലം പ്രളയത്തിൽ നിന്ന് മാത്രമല്ല, പ്രളയമുണ്ടാകുമ്പോൾ മാത്രമല്ല അള്ളാഹുവിനെ വിളിക്കേണ്ടത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പോലും അള്ളാഹിനെ വിളിക്കണം. പ്രളയം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കണം എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. പ്രളയമുണ്ടാകുമ്പോൾ, കടൽക്ഷോഭമുണ്ടാകുമ്പോൾ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ അള്ളാനെ മാത്രമേ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് എല്ലാവർക്കും തിരിഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, അള്ളാഹുവിന് ആരാധിക്കണമെങ്കിൽ പോലും അള്ളാനെ വിളിക്കണം. അതാണ് 17 വട്ടം ഒരു ദിവസം നമ്മൾ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞൂടെ? എന്ത് പേടിക്കാനാ? നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? നമ്മൾ എന്തിനാ പള്ളി പോകുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. എന്നാൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? ഞാൻ അള്ളാഹുവെ നിന്റെ പള്ളിയിൽ വന്നിട്ടുള്ളത് നിനക്ക് ഇബാദത്ത് ചെയ്യാനാണ്, ഞാനത് ചെയ്യും, ഞാനത് ഉറപ്പായിട്ടും ചെയ്യും, എനിക്കതിലൊരു സംശയമില്ല, എന്നെ കൊണ്ട് സാധിക്കും എന്നല്ല പറയുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ അള്ളാഹിൻ്റെ സഹായം വേണം. ഇവിടെ എത്ര ആളുകളുണ്ട് പള്ളിയിൽ പോവാത്ത? പൊന്നാനി നഗരസഭയിൽ ഡസൻ കണക്കിന് പള്ളികൾ ഉണ്ടായിട്ട് പള്ളിയിൽ കയറാത്ത എത്ര മുസ്ലിം നാമധാരികളുണ്ട്? അള്ളാഹിൻ്റെ സഹായം വേണം. പള്ളിയിൽ പോയിട്ടും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാത്ത എത്ര പേരുണ്ട്? പള്ളിയിൽ കയറിയിട്ടും അള്ളാഹുവിനെ അല്ലാതെ വിളിക്കുന്ന എത്ര വിവരദോഷികളുണ്ട്? പള്ളിയിൽ പോകാൻ അള്ളാഹുവിൻ്റെ കവചം വേണം. പള്ളിയിൽ പോയാൽ അള്ളാഹുവിനെ മാത്രം ചിന്തിക്കുവാനുള്ള വിവേകം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കവചം വേണം. അതുകൊണ്ടാണ് മുസ്ലിമെ നിന്നെ കൊണ്ട് ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഉടനെ അള്ളാഹ് പഠിപ്പിച്ചു വ ഇയ്യാക നസ്തഈൻ. ആണോ? അപ്പം പ്രളയത്തിൽ മാത്രമല്ല, ഏറ്റവും ഉയർന്ന വിഷയമാണ് ഇബാദത്ത്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും റബ്ബേ നിന്റെ സംരക്ഷണമില്ലെങ്കിൽ എനിക്ക് കഴിയില്ല, ഞാൻ മുഴുവനും കഴുത്തും കയറും കത്തിയും നിന്റെ കയ്യിലേൽപ്പിക്കുന്നു, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആദർശബോധം, യഥാർത്ഥത്തിലുള്ള ഈമാനും ഇസ്ലാമും. യൂസുഫ് നബി അലൈഹിസ്സലാം അത് അവിടെ പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അതിൻ്റെ ശേഷം പറയുന്നു, ഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. നിങ്ങൾ ഒരു ഉരുക്കു മനുഷ്യനായിക്കൂടെ? കുറേ കിതാബും ഒക്കെ ഓതിയിട്ടില്ലേ?
വലിയ പണ്ഡിതനല്ലേ, മതഭക്തിയുള്ളവനല്ലേ, പിതാവ് നബിയല്ലേ, വല്ലിപ്പ നബിയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്യാതെ രക്ഷപ്പെട്ടു കൂടായിരുന്നോ? യൂസുഫ് നബി അങ്ങനെ മനസ്സിലാക്കിയില്ല. യൂസുഫ് നബി എന്താ പറഞ്ഞത്? എല്ലാം പടച്ചോനെ നിനക്കാണ്, എൻ്റെ കഴുത്ത് നിന്റെ കയ്യിലാണ്, കയറും നിന്റെ കയ്യിലാണ്, കത്തിയും നിന്റെ കയ്യിലാണ്. ഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന, ഈജിപ്തിലെ പെണ്ണുങ്ങളെ ചതിയിൽ നിന്ന് എന്നെ പടച്ചോനെ നീ ബലമായിട്ട് മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നെ നീ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ സ്ത്രീകളുടെ വഞ്ചനയിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അസ്ബു ഇലൈഹിന്ന, അസ്ബു സബാ യസ്ബു എന്ന് അറബിയിൽ പറഞ്ഞാൽ സ്വബി. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ അറബി പഠിച്ചവരുണ്ടാവും. സ്വബി എന്ന് പറഞ്ഞാൽ കുട്ടി, സബാ യസ്ബു എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ കുട്ടിയെപ്പോലെ. ചെറിയ കുട്ടിയെപ്പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കുട്ടിയുടെ പ്രത്യേകത എന്താ? അവന് തൊള്ളെ തോന്നിയതൊക്കെ ചോദിച്ച് എരന്ന് വാങ്ങും. എനിക്ക് പഞ്ചസാര വേണം, ചക്കര വേണം, മൂട്ടായി വേണം, തന്നെ തരുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കുട്ടിയുടെ സ്വഭാവം. യൂസുഫ് നബി പറഞ്ഞു, പടച്ചോനെ നിന്റെ കവചമില്ലായിരുന്നുവെങ്കിൽ, നീ എന്നെ പിടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ, നിന്റെ സംരക്ഷണം, നിന്റെ മാത്രം സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരായിപ്പോകുമെന്നാ പറഞ്ഞത്. അസ്ബു ഇലൈഹിന്ന, ആ പെണ്ണുങ്ങളുടെ ഉമ്മരപ്പടിക്കൽ പോയി വ്യഭിചാരത്തിന് വേണ്ടി തെണ്ടുന്ന എരക്കുന്ന എരപ്പാളിയാകുമായിരുന്നു, ഞാൻ വ്യഭിചരിക്കുമാകുമായിരുന്നു എന്നല്ല പറഞ്ഞത്. നിന്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വ്യഭിചരിച്ചു പോകുമായിരുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ വ്യഭിചാരത്തിന് വേണ്ടി ഈജിപ്തിലുള്ള പെണ്ണുങ്ങളുടെ ഉമ്മരപ്പടിയിൽ ഞെരങ്ങുന്ന വിവരം കെട്ടവനാകുമായിരുന്നു. വാക്കും മിനൽ ജാഹിലീൻ, അതിനു മാത്രം കഴിവ് കെട്ടവനാണ് ഞാൻ, അതിനു മാത്രം ദുർബലനാണ് ഞാൻ. എൻ്റെ കാര്യങ്ങൾ മുഴുവനും നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ നേതൃപദവിയിൽ വരാനുണ്ടായ അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ അള്ളാഹു തൻ്റെ കവചം നൽകി, അള്ളാഹു തൻ്റെ കയറ് എറിഞ്ഞുകൊടുത്തു. പിടിച്ചോ യൂസുഫേ. ആരും കേൾക്കാത്ത സ്ഥലത്ത്, ആരും കാണാത്ത സ്ഥലത്ത്, കൂരാക്കൂരിരുട്ടായ ദർബാറിൻ്റെ ഉള്ളിൽ ഒരു CCTV പോലുമില്ല. പെണ്ണ് ബാക്കിൽ നിന്ന് കുപ്പായം പിടിച്ചു പറിക്കുന്നുണ്ട്, പെണ്ണ് കാലിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് എന്നെയല്ലേ വിളിച്ചത്? ബാപ്പനെ അല്ലല്ലോ വിളിച്ചത്, അയൽവാസിയല്ലല്ലോ വിളിച്ചത്, മരിച്ചുപോയ പ്രവാചകനായ വെല്ലിപ്പയെ വിളിച്ചിട്ടില്ല, എന്നെയല്ല വിളിച്ചത്. അതുകൊണ്ട് ഞാൻ ഉത്തരം ചെയ്യും. ഞാൻ എല്ലാ വിളിയും കേൾക്കുന്നവനാണ്. എവിടുന്ന് എപ്പോ ആര് എങ്ങനെ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമാണ്. കഴിവുള്ള ഞാൻ മാത്രമേ കയറ് നീട്ടിക്കൊടുക്കുകയുള്ളൂ, സഹായം ചെയ്തു കൊടുക്കുകയുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സംസാരത്തിൻ്റെ അടിക്കുറിപ്പിൽ അല്ലാഹ് പറയുന്നു, ഫസ്തജാബ ലഹു റബ്ബുഹു വസറഫ അൻഹു കൈദഹുന്ന. എത്ര സുന്ദരമായ കഥയാണ് അഹ്സനുൽ ഖസസ്. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്ന് പറയുന്ന കഥ എനിക്കും നിങ്ങൾക്കും ഒരു കുമാരൻ്റെയും ഒരു കുമാരിയുടെയും കഥ വായിച്ചു പോകാനുള്ളതല്ല. ആ കഥയുടെ തുടക്കവും ഒടുക്കവും അതിൻ്റെ മധ്യഭാഗവും മുഴുവനും തൗഹീദ് ആണ്. തൗഹീദിൽ അധിഷ്ഠിതമായ കഥയെ ഖുർആനിൽ ഉള്ളൂ. തൗഹീദിൽ അധിഷ്ഠിതമായ ചരിത്രമേ ഖുർആനിലുള്ളൂ. തൗഹീദിൽ അധിഷ്ഠിതമായ പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും വാഗ്ദാനങ്ങളും മാത്രമേ ഖുർആനിലുള്ളൂ. അല്ലാഹ് പറയാണ്, ഫസ്തജാബ ലഹു റബ്ബുഹു. എന്നെ അത്രയും പ്രതിസന്ധിയുള്ള കൂരിരുട്ടുള്ള ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ അല്ലേ വിളിച്ചത്? വിളി കേൾക്കൽ എൻ്റെ ബാധ്യതയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, ഞാൻ വിളി കേൾക്കുമെന്നത് എൻ്റെ ഓഫറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഫസ്തജാബ ലഹു റബ്ബു. യൂസുഫിൻ്റെ റബ്ബ് യൂസുഫിന് ഉത്തരം കൊടുത്തു. ഫസറഫ അൻഹു കൈദഹുന്ന. ആ പെണ്ണുങ്ങളെ തട്ടിപ്പിൽ നിന്ന്, ആ പെണ്ണുങ്ങളെ വഞ്ചനയിൽ നിന്ന് യൂസുഫിന് അള്ളാഹു സംരക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് ആ സൂക്തം അള്ളാഹ് അവസാനിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങൾ അറിയുമോ? ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവൻ മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ. അടിവരയിടണം,
എല്ലാം കേൾക്കുന്നവൻ, എവിടുന്ന് വിളിച്ചാലും കേൾക്കും, വായ പൂടാതെ ഉത്തരം കൊടുക്കും എന്നൊക്കെ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ നാട്ടുകാരെ, അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇന്നഹു ഹുവസ്സമീഉൽ അലീം. എവിടെ നീ എപ്പോ ആര് എങ്ങനെ വിളിച്ചാലും കേൾക്കുന്നവൻ, അറിയുന്നവൻ അവൻ ഒരുവൻ മാത്രം. രണ്ടാമത്തെ ഒരാളെ ആ കാറ്റഗറിയിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ തൗഹീദിൽ കരിഞ്ചന്ത കൂടിപ്പോയി, നിങ്ങളുടെ തൗഹീദിൽ മായം ചേർന്നുപോയി, നിങ്ങൾക്ക് നേതൃ പദവിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാത്തവന്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അനുസരിക്കാത്തവന് ആ സമൂഹത്തിന് ഭദ്രതയില്ല, അഖണ്ഡതയില്ല, സെക്യൂരിറ്റി ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കേണ്ട കയർ ഏകദൈവത്വത്തിൻ്റെ കയറാണ്. അള്ളാഹുവിൻ്റെ ഏകത്വവും അള്ളാഹുവിൻ്റെ മഹത്വവും അതിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ ഭരണഘടനയ്ക്ക് മാത്രം വഴിപ്പെടുക എന്നത്. അള്ളാഹുവിൻ്റെ ഭരണഘടനയ്ക്ക് മാത്രം വഴിപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ ഐക്യം ഉണ്ടാവുകയുള്ളൂ, ഈ നാട്ടിൽ അഖണ്ഡതയുണ്ടാവുകയുള്ളൂ, കുടുംബം ഒന്നായി പോവുകയുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക. സ്നേഹിക്കുക, കല്യാണം കഴിക്കുക. എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത് എന്നത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതിന് മാത്രം കുത്തവിഞ്ഞു പോയിരിക്കുന്നു വൈവാഹിക ജീവിതത്തിൻ്റെ അവസ്ഥ. സ്നേഹിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര ശതമാനമുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് ആ കുടുംബം ഏതുമാതിരി ഏതു രീതിയിലുള്ള നരകത്തിലാണ് ജീവിക്കുന്നത് എല്ലാം നാട്ടിലിറങ്ങി കണക്കെടുത്ത് നോക്കിയാൽ വിവരം നമുക്ക് ലഭിക്കും കൃത്യമായി. എന്നാൽ അള്ളാഹുവിൻ്റെ ശരീഅത്ത് അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഭരണഘടനയ്ക്ക് വഴിപ്പെടുന്നവൻ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഭരണഘടനയ്ക്ക് വഴിപ്പെടുന്നവൻ ആദ്യം കല്യാണം കഴിക്കും, പിന്നെ സ്നേഹിക്കും. അല്ല, അതെങ്ങനെയാ? ആദ്യം കല്യാണം കഴിക്കുക, പിന്നെ സ്നേഹിക്കുക. അത് പോസിബിൾ ആണോ? അത് നടക്കുമോ? എനിക്കിതൊക്കെ ഒന്ന് ആദ്യം തന്നെ അറിയണ്ടേ. ഓളെ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റുമോ? ഓളെ സൗന്ദര്യവും ഓളെ ശരീരത്തിൻ്റെ ലാവണ്യവും ഒക്കെ മുൻകൂട്ടി കണ്ട് കേട്ട് തൊട്ട് അറിഞ്ഞതിൻ്റെ ശേഷം കല്യാണം നടത്തലല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്നവരോട് അള്ളാഹുവിന് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിന് പറയാനുള്ളത്, ഒരു ആണും പെണ്ണും സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിക്കുക എന്ന് പറയുന്നത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അയൽവാസി അയൽവാസിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, നാട്ടുകാർ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരുണ്ടാക്കി തീർക്കുന്നതല്ല, അവർക്ക് ഉണ്ടാക്കാനും കഴിയില്ല. മറിച്ച് അത് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വിവാഹത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു സൂറത്ത് റൂമിൻ്റെ 21-ൽ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ പരസ്പരം ഇണകളാക്കുക എന്നത്. നിങ്ങളെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. കഴിഞ്ഞില്ല, ഇണകളെ ഉണ്ടാക്കിയിട്ട് അടുത്ത പരിപാടി എന്താ? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അവനാണ് ഞാൻ ഇണയാക്കിയിട്ടുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുക്കുന്നത്. അപ്പം നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിതം തുടങ്ങുക. അപ്പോൾ അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തരൽ. അള്ളാഹുവിൻ്റെ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവിടെ സ്നേഹം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മാറ്റി നിർത്തിയാൽ, വാപ്പയെ പേടിച്ചിട്ട്, നാട്ടുകാരെ പേടിച്ചിട്ട്, ഉസ്താദുമാരെ പേടിച്ചിട്ട്, സംഘടനാ നേതാക്കളെ പേടിച്ചിട്ട് അള്ളാഹിൻ്റെ ശരീഅത്തിനെ മാറ്റി നിർത്തിയാൽ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ, നേതാവാകാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ അതൊന്നും കിട്ടൂല. പൈസ ഉണ്ടാവില്ല, നേതൃപദവി ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, സെക്യൂരിറ്റി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മാറ്റിവെച്ചു. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മുറുകെ പിടിക്കുന്നിടത്താണ് ഇപ്പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുക. സൂറത്തു ആലു ഇമ്രാൻ അതിൻ്റെ 102-ൽ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ വേണ്ടതുപോലെ ഭയപ്പെടണം, സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അതെന്താ അങ്ങനെ? മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് അങ്ങനെ ഒരാളോട് പറയാം? നിങ്ങൾ പൊന്നാനിയിൽ വെച്ചുകൊണ്ടല്ലാതെ മരിക്കരുത് എന്നുള്ള നമ്മളോട് പറയാൻ പറ്റുമോ? പൊന്നാനിക്കാരനായ ഒരാൾ
അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായ ഒരാൾ, അയാളെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ് നീ പൊന്നാനിയിൽ വെച്ചല്ലാതെ മരിക്കരുതെന്ന്. ആ പറയുന്നത് അതിന് സാങ്കത്യമില്ല. കാരണം മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ പിടുത്തത്തിലുള്ള സംഗതിയല്ല. എത്ര പൊന്നാനിക്കാർ വിദേശത്ത് പോയി മരിക്കുന്നുണ്ട്, എത്ര പൊന്നാനിക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊന്നാനിക്കാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പൊന്നാനിയിൽ വെച്ച് മരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം, നിങ്ങൾ നിസ്കരിക്കുന്നവരായിട്ട് മരിക്കണം, നോമ്പെടുക്കുന്നവരായിട്ട് മരിക്കണം എന്ന ഒരു സംബോധന ശരിയില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം തൊട്ടു പിറകിലുള്ള സൂക്തത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശരീഅത്ത് മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്താണോ അത് അപ്പാടെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളെ സ്വന്തം വകയായിട്ട് ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല, നിങ്ങളെ സ്വന്തം വകയായിട്ട് പുതിയത് അവതരിപ്പിക്കാൻ പാടില്ല. ഞാൻ വലിയ പണ്ഡിതനല്ലേ, ഞാൻ വലിയ ഉസ്താദല്ലേ, ഉസ്താദുമാർ പറഞ്ഞതല്ലേ, പറ്റില്ല പറ്റില്ല പറ്റില്ല. വാതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ മാത്രം കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഗ്രൂപ്പുകളായി വേർതിരിയരുത്. ഇങ്ങനെ കുറേ അഭിപ്രായക്കാർ, അങ്ങനെ വേറെ കുറേ അഭിപ്രായക്കാർ.